എല്ലാവർക്കും സിവി ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മൾ 2 സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് ഫിഷ് ബോൺ സ്റ്റിച്ചും ഒന്ന് ബുള്ളിയൻ സ്റ്റിച്ചും. അതിന് തൊട്ട് നമ്മൾ തയ്ക്കുന്നത് ഫിഷ് ബോണാണ്. അപ്പോൾ നമ്മളതിന് 3 ലൈൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മിഡിൽ ഭാഗത്തുള്ള ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ ആദ്യം നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് തയ്ക്കണം. നേരത്തെ നമ്മൾ പഠിച്ചതാണ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ. അപ്പോൾ ആ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചിട്ട് ബാക്കി 2 ലൈൻസ് ഉണ്ടല്ലോ, ആ 2 ലൈൻസിൻ്റെ 2 ഭാഗത്തു നിന്നും ഇങ്ങനെ ചരിച്ച് തയ്ക്കണം. ഇതാ കാണിച്ചു തരാവേ. ഇതാ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു. പിന്നെ വേണ്ട താഴത്തെ ലൈനിൽ നിന്ന് ആ ചെയിൻ സ്റ്റിച്ചിനകത്തോട്ട് തന്നെ ഇതാ ഇങ്ങനെ ചരിച്ച് വെച്ച് നമ്മൾ തയ്ച്ചു. ഇനി ഫസ്റ്റ് ലൈനിൽ നിന്ന് ഇതേപോലെ തന്നെ ചരിച്ച് തയ്ച്ച് ആ ചെയിൻ സ്റ്റിച്ചിനകത്തോട്ട് തന്നെ തയ്ക്കണം. ഇതാ കണ്ടോളൂ. ഇനി വീണ്ടും അതിൻ്റെ മിഡിൽ ഭാഗത്ത് തന്നെ കുത്തണം. ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് കുത്തിയിട്ട് വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ തയ്ക്കുക. ഇതിങ്ങനെ കണക്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ തയ്ച്ച് പോകുന്നത് കേട്ടോ. വീണ്ടും എന്താ സൈഡിൽ നിന്ന് ചരിച്ച് കുത്തി ആ ചെയിൻ സ്റ്റിച്ചിനകത്തേക്ക് തന്നെ തയ്ക്കുക, 2 സൈഡിൽ നിന്ന്. പിന്നെ ശരിക്കും നമ്മളിത് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു മീനിൻ്റെ മുള്ള എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇത് കേട്ടോ. അതുകൊണ്ടാണ് ഫിഷ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് അങ്ങ് എൻഡ് പോർഷൻ വരെ നമുക്ക് തയ്ച്ചെടുക്കാം. നമ്മൾ തയ്ക്കാൻ പോകുന്നതേ ബുള്ളിയനാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഫ്രഞ്ച് നോട്ട് തയ്ച്ചതുപോലെ തന്നെ സൂചിത ഇതേപോലെ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ആ സൂചിയുടെ മുകളിലേക്ക് നൂലൊരു 10-18 പ്രാവശ്യത്തോളം ചുറ്റണം. ആ ചുറ്റിയിട്ട് ദാണ്ടി സൂചി ഇങ്ങോട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടത് വലിച്ചിങ്ങോട്ട് ആ സൂചി എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് നീളത്തിൽ തന്നെ ഇരിക്കണം കേട്ടോ. നമ്മൾ ഫ്രഞ്ച് നോട്ടെന്ന് പറയുമ്പോൾ ചെറിയൊരു ഒരെണ്ണമായിട്ടായിരുന്നു തയ്ച്ചുകൊണ്ടത്. ഇതിപ്പോൾ നീളത്തിലാണ് കേട്ടോ. ആ നീളത്തിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കുക. കണ്ടില്ലേ? ഇനി വീണ്ടും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തയ്ച്ചിട്ട് വീണ്ടും സൂചിയിലേക്ക് തന്നെ നൂല് ഒരു 10-18 പ്രാവശ്യം ചുറ്റുക. എന്നിട്ട് മുകളിലോട്ട് തന്നെ ഇത് വലിച്ചെടുക്കുക. വലിച്ചെടുത്തിട്ട് ഇത് നീളത്തിൽ തന്നെ തയ്ക്കണം കേട്ടോ. ബുള്ളിയൻ കണ്ടോളൂ. ഫ്രഞ്ചിലോട്ട് തയ്ക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി ആ ലൈൻ്റെ ഇച്ചിരി നീളത്തിൽ തന്നെ വേണം തയ്ക്കാൻ.
കണ്ടില്ലേ? ഇനി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.